കണ്ടോ സുഹൃത്തുക്കളെ, ഒരു 5 ഏക്കർ സൂപ്പർ മരങ്ങളോട് കൂടിയ സ്ഥലം കേട്ടോ. കണ്ടോ, തേക്കുകൾ, പ്ലാവുകൾ, അതേപോലെ ഇതിൽ 2 ഏക്കർ റബ്ബർ ഉണ്ട്. നല്ല നിരന്ന ഭൂമി കേട്ടോ. വണ്ടി സൗകര്യത്തോടു കൂടെ ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ. നല്ല ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. തെങ്ങുണ്ട്. തെങ്ങൊന്നും വലിയ കാര്യമില്ല, പക്ഷെ എല്ലാ സംഭവത്തിനും പറ്റുന്നൊരു സ്ഥലമാണ്. നിരന്ന ഭൂമിയാണ്. വീടുകളുണ്ട് പരിസരത്തൊക്കെ. ഇതിലുണ്ടൊരു വീട് റിപ്പയർ ചെയ്തിട്ട് മറ്റേ ഇതാക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ, പണിക്കാർ ഒരാൾ എടുത്തിട്ട് പണിക്കാരെ നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അതിന് ഒരു വീട് ഇതിലുണ്ട്. അധികം ലാവാണ്. ഒക്കെ ചക്ക ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിരന്ന ഭൂമി കേട്ടോ. ഇപ്പോൾ ഈ ചെടികളുള്ള കാരണം കൊണ്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ടാവില്ല, പൊന്ത വെട്ടാത്തതുകൊണ്ടേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ടെറസ് വീട് ഇതിലുണ്ട്. ഇതുണ്ടോ, ഒരു വീടാണ്, ടെറസാണ്. അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടാണ്. ചാവി എടുക്കാത്തതുകൊണ്ട് തുറന്ന് കാണുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ഷെഡുണ്ട്. കണ്ടോ, ഇതിൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷെഡുണ്ട്. ഇനി ഇവിടെ തന്നെ വറ്റാത്ത വെള്ളമുള്ള നല്ല സൂപ്പർ കിണറുണ്ട്, കാണിച്ചു തരാം. ഏതൊരു കാലത്തും വറ്റാത്ത വെള്ളത്തിലുണ്ടാവും. ഇതുണ്ടോ, നല്ല പടുത്ത നല്ല കിണറാണ്. കണ്ടോ, വെള്ളം കണ്ടില്ലേ. നേരെ ഗ്രില്ലൊക്കെ വെച്ച് നല്ല അടിവരെ കരിങ്കല്ലുകൊണ്ട് പടുത്തിട്ടുണ്ട്. ഇതാണ് വീട്. പള്ളി, മദ്രസ, അതേപോലെ അമ്പലം, അങ്ങനെ എല്ലാം പരിസരത്തുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, വീടിൻ്റെ കോണി ഭാഗം ബാക്ക് സൈഡിലാട്ടോ, വാർപ്പിൻ്റെ. 5 ഏക്കറാണ് കേട്ടോ. നിരന്ന ഭൂമിയാണ് ഇത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങുകയാണെന്ന് വെച്ചാൽ ഫാമിന് പറ്റും. ഇനി അതല്ല, ഇവിടെയൊക്കെ വീടുകൾ പരിസരത്തുള്ളതുകൊണ്ട് പ്ലോട്ട് അടിക്കുന്നവർക്കും പറ്റും. മരങ്ങൾ കണ്ടമാനുണ്ട്. വിളിക്കേ, ഇത് മാക്സിമം ഒരു മര്യാദ സംഖ്യയുടെ മരം ഉണ്ടാവില്ലേ? പ്ലാവാണ് അധികം. തോലൊക്കെ പോയിട്ട് അടിപൊളി കാതലായിട്ടുള്ള പ്ലാവുകൾ കണ്ടമാനുണ്ട് കേട്ടോ. മാവ് അതേതാ മൂച്ചി? അതിനതെന്താ സംഭവം? മൂവാണ്ടന മരം മര്യാദക്ക് ഉണ്ട് അല്ലേ? പിന്നെ ഇത് റോഡ് സൗകര്യം കേട്ടോ. ബസ് റൂട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു മാക്സിമം 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന്. ഈ റോഡ് ഇതിലേക്കായിട്ടുള്ളതാണ്. നമ്മളെ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഇതിലേക്കായിട്ടുള്ള റോഡാണിത്. കണ്ടോ, നിറയെ മരമാണ്. കണ്ടോ, കണ്ടോ, ഇത് ഇതിലത്തെ റബ്ബറാണ്. 2 ഏക്കർ റബ്ബറായിട്ടാണ് കിടക്കുന്നത്. ഏക്കർ റബ്ബറാണ്. കണ്ടോ, റബ്ബർ വെട്ട് നിർത്തിക്കണു. മരത്തിന് വേണ്ടി കൊടുക്കാൻ വേണമെങ്കിൽ.
നമ്മുടെ റബ്ബറിൻ്റെ മീതെ വേറൊരു വീടുണ്ട്. അത് ഇങ്ങോട്ട് ചേർന്നിട്ട് കിടക്കുന്നത് റബ്ബറാണ്. അത് വേണമെച്ചാൽ നിരപ്പ് ഭൂമി തന്നെയാണ്. ഒന്ന് പ്ലോട്ടാക്കിയിട്ടെന്ന് വെച്ചാൽ 30 സെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഭൂമിയിലേക്ക് കിടക്കുന്ന ഈ റബ്ബർ തോട്ടത്തിന്റെ പരിസരത്തൊക്കെ നിറയെ വീട് കേട്ടോ. ഇതുകൊണ്ടാണ് ഞാനത് പ്ലോട്ടാക്കാൻ പറ്റും എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ റബ്ബർ. ആ കാണുന്നതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഉള്ളിലത്തെ വീട്. ഇത് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പറ്റിയ റോഡാണ്, നമ്മളെ മാത്രം റോഡാണ് കേട്ടോ. ഇതിൻ്റെ പരിസരത്തൊക്കെ ഫുള്ള് വീടാണ്. ഇതൊക്കെ വീടുകളാണ്. ഈ റോഡ് അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ തോട്ടത്തിൽ അവസാനിക്കുകയാണ്. ഇതാണ് തോട്ടം. ഇനി തോട്ടത്തിനുള്ളിൽ കൂടെ നമുക്കുള്ള റോഡ് നമ്മൾ വെട്ടിയതാണ്, വേറെ ആൾക്ക് അവകാശമില്ല. തോട്ടത്തിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു ഇടവഴി പോകുന്നുണ്ട്. ഇതുണ്ടോ, അതിങ്ങനെ പോയി നമ്മുടെ തോട്ടത്തിൻ്റെ 4 ഭാഗത്തും. ആ ഭാഗം കുറച്ചും കൂടി വീതി കൊടുത്താൽ തോട്ടത്തിൻ്റെ ഈ സൈഡിന് റോഡായാൽ പ്ലോട്ട് ചെയ്യണവർക്ക് ബെസ്റ്റാണ്. മൊത്തം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. പാലക്കാട് ജില്ലയിൽപ്പെട്ട സ്ഥലമാണിത്. അമ്പലപ്പാറ പഞ്ചായത്താണ്. കണ്ടോ, തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോണ റോഡാണിത്. ഈ റോഡ് നമുക്ക് ഒരടി കൂടി കൊടുത്തിട്ട് വെച്ചാൽ വീതി കൂട്ടാം. അപ്പോൾ പ്ലോട്ടൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ 2 സൈഡ് റോഡായി. പിന്നെ ഇത് ഓൾറെഡി നമ്മളെ റോഡ്, ഇത് നമ്മളെ റോഡ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ത്രീ നിൽക്കുന്നത് അതുവരെ ടാർട്ട് റോഡാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചത്. ഇത് വാട്ടർ ടാങ്കാണ്. പുതിയൊരു വീട് കയറിയിരിക്കുകയാണ് നമ്മളെ പരിസരത്ത്. ഇതിൽ ഓണർ പറയണത് 25 രൂപ കയ്യിൽ കിട്ടണമെന്നാണ് പറയുന്നത്. വില പറയുമ്പോൾ 30 പറയും. പക്ഷെ 25 രൂപയിൽ താഴാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ടീമിനെ മാത്രം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചോളി. ഈ റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിതാ വഴി എടുക്കുകയാണ് കേട്ടോ. കണ്ടോളി, എല്ലാ വണ്ടി വരുന്ന വഴിയാണ് കേട്ടോ. നമ്മളെ തോട്ടത്തിലേക്ക് സെപ്പറേറ്റ് പറ്റിയ വഴിയാണിത്. നിറയെ വീടുകളാണ്. ഒരു 10 മീറ്റർ ഇതുവരെ കോൺക്രീറ്റ് ആണ്. ഒരു 10 മീറ്റർ മാത്രമേ ഉള്ളൂ ആ മണ്ണിട്ട് റോഡ് കേട്ടോ. ഇതുവരെ കോൺക്രീറ്റ് റോഡാണ്. എന്നിട്ട് നല്ല വീതിയുള്ള റോഡ്. 10 മീറ്റർ കഴിഞ്ഞാൽ അതും നല്ല നിറയെ വീടുകളാണ് കണ്ടോ. ഇത് ടാർട്ട് റോഡാണ്. അങ്ങോട്ടൊക്കെ നിറയെ വീടാണ് കണ്ടോ. ഇനി ഇങ്ങനെ പോയാൽ 400 മീറ്റർ കഴിഞ്ഞാൽ ബസ് റൂട്ട് വേണം കേട്ടോ. ഇത് ടാർട്ട് റോഡാണ്. നല്ല വീടുകളല്ലേ.
അടിച്ചാൽ മതിയാ പൈസ കിട്ടില്ലേ? പറഞ്ഞു കൊടുക്കാം. ആണെങ്കിൽ 25 നമുക്ക് കാഴ്ച വെച്ചിട്ട്